ഹരേ കൃഷ്ണ. സോ മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ഭക്തന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ഭക്തന്മാർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. നമ്മുടെ അജണ്ട ഇന്നത്തേത് ആദ്യം സേവാധാരി ചാർട്ടിനെ കുറിച്ച്. അത് ആ ചാർട്ടിനെ കുറിച്ചല്ല, കുറച്ചുകൂടി ഒരു എങ്ങനെ പറയാ, ഒരു വിഹക വീക്ഷണം എന്ന് പറയുന്നത് പോലെ പുറത്തു നിന്ന് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത്, ഒരു ഹൈ ലെവലിൽ കാര്യങ്ങൾ നോക്കിയിട്ട് അത് എല്ലാം ഒരു വ്യക്തിക്കോ കുറച്ചു പേർക്കോ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഒന്നില് സേവകള് വെട്ടിച്ചുരുക്കണം. എന്നിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഒരു ആ, എങ്ങനെ പറയുക, അതിന്റെ തോത് കുറച്ച്, അതിന്റെ ഒരു വോള്യൂം കുറച്ച് ചെറുതായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചിലതൊക്കെ വെട്ടിച്ചുരുക്കേണ്ടി വരും. പക്ഷെ എന്തായാലും നമുക്ക് ചില കാര്യങ്ങൾ ഒഴിച്ചുകൂടാനാകാത്തതുണ്ട്, അത്യന്താപേക്ഷിതമായിട്ടുള്ളതുണ്ട്. അതിനെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് എൻ്റെ ചെറിയൊരു സ്ലൈഡ് ഷോ ആണ്. ഗോപാൽ ഗൗരപ്രഭുവിന്റെ പതിവുള്ള സ്ലൈഡ് ഷോ പോലെ നീണ്ടു വളഞ്ഞ സ്ലൈഡ് ഷോ അല്ല, 4 സ്ലൈഡേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് സ്ലൈഡ് വെൽക്കം ആണ്. അപ്പൊ 3 ഉള്ളൂ. പക്ഷെ അത് വളരെ പ്രധാനമാണ്, പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് താങ്ക്സ് ആണോ? ഇല്ല, താങ്ക്സ് ഇല്ല. താങ്ക്സ് നമ്മൾ ഫസ്റ്റ് വെൽക്കം. അതെ, നമ്മൾ താങ്ക്സ് പറയണ്ടെന്ന് വെച്ചു. പക്ഷെ അതിൽ 2 സ്ലൈഡ് ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം ജന്മാഷ്ടമിയാണ്. നമുക്ക് ജന്മാഷ്ടമി പൂർണ്ണമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല, നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പ്രോഗ്രാംസിനെ കുറിച്ചൊരു പെട്ടെന്നൊരു അറിവ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കുറച്ചു കാലത്തെ പതിവ് പോലെ നമുക്ക് സമയത്തിന് തുടങ്ങാം, സമയത്തിന് നിർത്തുകയും ചെയ്യാം. ഈ പറയാൻ പോകുന്നത് എല്ലാവരിലേക്കും എങ്ങനെങ്കിലും എത്തണം, എത്തിയേ പറ്റൂ. അല്ലെങ്കിൽ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിൽ വന്നിരിക്കുന്നത്. അത് എത്തിയേ പറ്റൂ, അത് എത്തും. അല്ലെങ്കിൽ അല്ല, വേറെ രീതിയിൽ ഇത് ഇത് റെക്കോർഡ് ആവുന്നുണ്ട്. റെക്കോർഡ് റെക്കോർഡ് ആവുന്നുണ്ട്. ആവുന്നുണ്ട്. അപ്പൊ അവര് കണ്ടോളും. റെക്കോർഡ് കാണുന്ന ചരിത്രം എനിക്കില്ല. ഈ ലൈവ് കാണുകയോ ഇല്ലെങ്കിൽ റെക്കോർഡ് കാണുന്നത്. ഓക്കെ, എന്തായാലും നോക്കാം നമുക്ക്. ആ ശുഭാപ്തി വിശ്വാസം എന്താണ്, പ്രഭുവിന്റെ വിശ്വാസം പ്രഭുവിനെ രക്ഷിക്കട്ടെ ഹരിബോൾ. താങ്ക് യു. എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ സ്ലൈഡ് ഷോ ഇതാ എത്തിയിരിക്കുന്നു. ഓ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. 5 സ്ലൈഡ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം ഇപ്പൊ ഇട്ടു. ഏ, എല്ലാവർക്കും കാണുന്നുണ്ടോ? യെസ് പ്രഭു, കാണാം. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവരും വളരെ കാത്തിരിക്കുകയല്ലേ, ഹരികഥ പോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് മീറ്റിംഗിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ? ആണെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് പറയും. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരി ഒരു ഹരേ ശബ്ദം. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റൂ. ഒരു ഉദാഹരണം പറയുന്നത്, കൃഷ്ണാവബോധം ഒരു എന്താ പറയുക, ഒരു പാല് പോലെയാണ്. വളരെ പോഷകമായ ദുഗ്ധം പോലെയാണ്. പശുവും പാല് പോലെ. പക്ഷെ ആ പശുവും പാലിനെ കറന്നെടുക്കാനും അതിനെ കാച്ചി അവസാനം പാല് കുടിക്കാനും വേണ്ടിയിട്ട് നമുക്ക് പാത്രം ആവശ്യമുണ്ട്, അല്ലേ? വേണ്ടേ? പാൽക്കുടം വേണം. വേണം. പാൽ മാത്രം പോരാ, പാൽക്കുടം വേണം. അതെ. അപ്പോ ഈ പറയുന്നത് നമ്മള് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ കുടം പോലെയും ഈ പ്രസ്ഥാനത്തിനകത്ത് സംഭവിക്കേണ്ട കൃഷ്ണാവബോധ പ്രവൃത്തികള് പാല് പോലെയുമാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഹരേ കൃഷ്ണയോ ഒരു ചാറ്റോ. ഓക്കെ. സോ ഇതിൽ ചോദ്യം ഇതാണ്, ഏതാണ് കൂടുതൽ പ്രധാനം, പാലാണോ കുടമാണോ? രണ്ടും പ്രധാന പ്രഭു. പ്രഭു പറയുന്നു രണ്ടും പ്രധാനം. യെസ്, രണ്ടും. മറ്റെന്തെങ്കിലും അഭിപ്രായം? സെയിം അഭിപ്രായം. രണ്ടും പ്രധാനമാണ്. പാലും പാത്രവും. പാത്രമാണോ പ്രധാനം?
രണ്ടും പ്രധാനമാണ്. പാലില്ലാണ്ട് പാലും പാത്രം അതെ അതെ പാത്രം അതെ ഇല്ലെങ്കിൽ പാലില്ല. അതെ. താരതമ്യേന ഏതിനാണ് പ്രാധാന്യം കൂടുതൽ? അത് പാലിന് പാത്രം പാത്രം പാലിനാണ്. അതെ പാലിനാണ്. പാത്രത്തിനാണ്. പാല് പാത്രം എന്ന് പറഞ്ഞവർക്കൊക്കെ സെന്ററിൽ വലിയൊരു പൊസിഷൻ തരാൻ പോകുന്നുണ്ട്. സോ സത്യം അതാണ്, പാത്രം അല്ല, പാല് തന്നെയാണ് പ്രധാനം. റൈറ്റ്? പാൽപാത്രം എന്ന് പറയുമ്പോൾ അതിന് പാലില്ലെങ്കിൽ പിന്നെ ആ പാത്രം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. തത്വത്തിൽ പറഞ്ഞാൽ പാത്രമില്ലാതെ നമുക്ക് പാല് കുടിക്കാം. പശുവിന്റെ അകിടിൻ ചോട്ടിൽ പോയിട്ട് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ പാല് കുടിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനും ഗോപന്മാരും ഒക്കെ വൃന്ദാവനത്തിൽ ചെയ്യുന്നത് പോലെ. അങ്ങനെ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല, അല്ലേ? പക്ഷെ എന്നിരുന്നാലും നമ്മൾ വൃന്ദാവനത്തിലല്ല, ഇവിടെ നമ്മുടെ വീട്ടിൽ പശുക്കൾ ഉണ്ടാവണമെന്നില്ല. ഇനി അങ്ങനെയാണെങ്കിലും കറന്ന് അതിൻ്റെ അടിയിൽ പോയി പാല് കുടിക്കാൻ, അകിടുന്ന് പാല് കുടിക്കാനുള്ള ചിലപ്പോ പശു നിന്ന് തരില്ല, അല്ലെങ്കിൽ കുനിയാൻ നമ്മുടെ നട്ടെല്ലാം അനുവദിക്കില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാം, അല്ലേ? അപ്പൊ ഇതെല്ലാം കൊണ്ട് പാത്രം ആവശ്യം തന്നെയാണ്. പാത്രത്തിന് വലിയൊരു റോളുണ്ട്. ആ പാലിനെ ശേഖരിക്കുക, ആ പാലിനെ സുരക്ഷിതമായി വെക്കുക, അത് കാത്തു സൂക്ഷിക്കുക, പിന്നെ ആവശ്യം വരുന്ന സമയത്ത് അതിനെ പാലിനെ കാച്ചി അതൊരു കുടിക്കാൻ പാകത്തിനാക്കുക. ഇതൊക്കെ ആ പാത്രത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാലിനെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പാത്രത്തെയും നമ്മൾ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രസ്ഥാനം ആവശ്യമാണ്, നമ്മുടെ മാനേജ്മെന്റ് സ്ട്രക്ചർ ആവശ്യമാണ്, അതേപോലെ തന്നെ ആ പ്രസ്ഥാനത്തിനകത്ത് ചെയ്യുന്ന ഭക്തി കാര്യങ്ങൾ ആവശ്യമാണ്. താരതമ്യേന ഭക്തി കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷെ അതേസമയം ഭക്തി കാര്യങ്ങൾ നമുക്ക് നടക്കണമെങ്കിൽ ഇസ്കോൺ എന്നൊരു പ്രസ്ഥാനം നമുക്ക് ഉണ്ടായിരിക്കണം. ഇതില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ കിട്ടില്ലായിരുന്നു, ഭക്തന്മാരെ കിട്ടില്ലായിരുന്നു, ഉത്സവം കിട്ടില്ലായിരുന്നു, സൺഡേ പ്രോഗ്രാം കിട്ടില്ലായിരുന്നു, സേവ കിട്ടില്ലായിരുന്നു, ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇസ്കോൺ കൊച്ചി നമുക്ക് കൊച്ചി ഭക്തന്മാരെ സംബന്ധിച്ച് പ്രധാനമാണ്. അപ്പൊ അതിനെ കാത്തു സൂക്ഷിക്കാനും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും വേണ്ടിയാണ് നമ്മൾ ചൊവ്വാഴ്ച മീറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച മീറ്റിംഗ് പാത്രത്തെക്കുറിച്ചും വ്യാഴാഴ്ച മീറ്റിംഗ് പാലിന് പാലിനെ കുറിച്ചുമാണ് നമ്മൾ 2 മീറ്റിങ്ങുകളായിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കൂടാതെ ആ പാലിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറുക്കിയ നെയ്യും അമൃതവും ഒക്കെ ഉണ്ട്. അത് ചൈതന്യ ചരിതാമൃതം ക്ലാസ് ആയിട്ട് പോകുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ മാധുര്യം ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഒരു വലിയ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു അമ്പരപ്പ് തോന്നുന്നുണ്ട്, എന്താ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളത്? കമ്പനിയുടെ മീറ്റിംഗ് ഇതൊന്നും അറ്റൻഡ് കാണാൻ പാടില്ല, അതുകൊണ്ട് എല്ലാവരും കാണാൻ പാടില്ല. ഓക്കെ, സൂപ്പർ. അതുകൊണ്ട് നമ്മൾ കാണിക്കും എല്ലാരെയും. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു തരും. എല്ലാവരും കണ്ണു കുളിർക്കെ, മനം കുളിർക്കെ, കണ്ണു തുറന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അയക്കുന്നുണ്ട്, നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. ഓക്കെ, സോ ഇത് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ആകെ മൊത്തം ഇസ്കോൺ കൊച്ചിക്കകത്ത് നടക്കുന്ന സേവകൾ, അല്ലെങ്കിൽ നടക്കേണ്ട സേവകൾ, അതെല്ലാം കൂടി ഒറ്റ പേജിനകത്ത് ഇടാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, സോ ജസ്റ്റ് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയും എന്തായാലും ഞാനൊന്ന് വായിക്കാം ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അക്കൗണ്ട്സ്, മെയിൻ്റനൻസ്, പർച്ചേസ്, പൂജ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്ററിന്റെ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ഇടത്ത് വശത്തെ, എൻ്റെ കർസർ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, കാണാം പക്ഷേ കാണാം ഓക്കെ. അപ്പോൾ കർസർ അല്ല, ബ്ലെസ്സർ ആണ്. നമുക്ക് കഴ്സ് വേണ്ട. സോ സെന്റർ ഓപ്പറേഷൻസ് എന്നാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ടല്ലോ. ഓക്കെ, സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, സെന്ററിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് സെന്ററിന്റെ ഓപ്പറേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. അക്കൗണ്ട്സ് ഉണ്ട്, സെന്ററിന്റെ മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്,
പർച്ചേസ് ഉണ്ട്, പൂജയുണ്ട്, പ്രസാദ സേവയുണ്ട്, ബുക്ക് ഗോഡൗൺ ഉണ്ട്, ഭക്തി സേവ എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ഫണ്ടിങ് ഉണ്ട്, പതിവായിട്ടുള്ള ഫെസ്റ്റിവൽസ് എന്ന് വെച്ചാൽ ദൈനംദിന ജന്മാഷ്ടമി അല്ല മറ്റ് ഉത്സവങ്ങൾ നടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ചുണ്ട്, സൺഡേ പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ സീനിയർ ഡിവോട്ടീസ് വിസിറ്റ് ചെയ്യുന്നതിനെ പല മുതിർന്ന ഭക്തന്മാരും വരുമ്പോൾ അവരുടെ വരവും അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. ഇതൊക്കെയാണ് സെന്റർ സംബന്ധിച്ച ഒരു കാര്യം. അപ്പൊ ഇതൊരു സേവാ എന്താണ് പറയുക, ഒരു ഭാഗമാണ് സേവയുടെ. അറ്റ്ലീസ്റ്റ് കളർ കാണുന്നുണ്ടോ? ഇടത്ത് വശത്തൊരു പച്ച സെന്റർ ഓപ്സ് എഴുതി. ഇപ്പൊ കാണാം. ഞാൻ ഫോണെടുത്ത് കൈപിടിച്ചു. ഓക്കെ. ഓക്കെ, വേണമെങ്കിൽ അത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് പിടിച്ചാൽ മതി. വേണ്ട ഇത് മതി കുഴപ്പമില്ല, കാണാം. ഓക്കെ, ശരി. അപ്പൊ ഇത് സെന്ററിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ചാണ്, പതിവായിട്ടുള്ള നടത്തിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഓരോന്നും ഒരു കടലാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ മൊത്തം ഭൂഗോളം കാണുകയാണ്, മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തുള്ള കടലുകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു മഹാസമുദ്രമാണ് സെന്റർ ഓപ്പറേഷൻസ്. അടുത്തത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ തൃക്കാക്കരയിൽ സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്, ബാക്കി സ്ഥലം മേടിക്കാനുണ്ട്, അതിൻ്റെ കൂടെ ചേർത്തലുണ്ട്. പിന്നെ ഭാവിയിലേക്ക് നമ്മൾ ഒരു സ്ഥലം, നമ്മുടെ ഒരു ടെമ്പിളിന് വേണ്ടി ഒരു സ്ഥലം മേടിക്കാൻ എറണാകുളം ജില്ലയിൽ ഇപ്പൊ നോക്കിയാലേ വല്ലതും കിട്ടുള്ളൂ. ഇനി ഒരു 2 വർഷം കഴിഞ്ഞാൽ ഒരു സ്ഥലവും നമുക്ക് ഈ ജില്ലക്കകത്ത് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് നോക്കണം. വില്ലിംഗ്ടൺ ഐലൻഡ് എഴുതിയെന്നേ ഉള്ളൂ. പ്രഭുപാദ് മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനും മട്ടാഞ്ചേരിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനും. അപ്പൊ ഇതൊക്കെയാണ് പ്രോജക്ട്സ് ഇരിക്കുന്നത്. തൽക്കാലം പ്രോജക്ട്സിൽ വലിയ പണിയില്ല, ഇപ്പൊ ലാൻഡിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് തുടങ്ങുന്ന സമയത്ത് അതൊരു വലിയൊരു സേവയായിരിക്കും. പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കെട്ടിടം പണിയാന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പണിതവർക്ക് അറിയാം. മൂന്നാമത്തെ കാര്യം കോണ്ടാക്ട് ആണ്. ഈ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം വാസ്തവത്തില് ഒരു ഭക്തന്മാരെ ഉണ്ടാക്കുക, റൈറ്റ്? നമ്മളിവിടെ കെട്ടിടം ഉണ്ടാക്കി, ഇവിടെ സെന്റർ നിലനിർത്തലാണ്, ഇവിടെ ഉണ്ടാക്കലല്ല, നിലനിൽപ്പാണ്. ഇവിടെ പ്രോജക്റ്റ് കെട്ടിടം പണിയുന്നതും ലാൻഡ് മേടിക്കുന്നതും. ഈ കോണ്ടാക്ട് ആൻഡ് കൾട്ടിവേഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം പോരാ, അവരെ കൾട്ടിവേറ്റ് ചെയ്ത് അവരെ കെയർ ചെയ്യുക, അവരെ ശിക്ഷാ ലെവലിലൂടെ കൊണ്ടുവന്ന് ദീക്ഷയിലേക്കും ഒക്കെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പൊതുവെ ഒരു വീക്കായ ഏരിയ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ ഏരിയയിൽ നമ്മൾ വളരെ വീക്കാണ് ഒരു സെന്റർ എന്നുള്ള നിലയ്ക്ക്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ഇത് പറയുന്നത് മേജർ ഈവൻറ്റ്സ്. നമ്മളിവിടെ സെന്റർ ഓപ്പറേഷൻസിൽ മേജർ ഈവൻറ്റ്സ് തന്നില്ല. കാര്യം മേജർ ഇവന്റ്സിന് ഒരുപാട് പണിയെടുക്കേണ്ടതുണ്ട്, ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജന്മാഷ്ടമി ഉണ്ട്, പിന്നെ ഡിസംബറിൽ നമ്മൾ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉത്സവം, അത് എല്ലാ വർഷത്തെയും ഉത്സവമാക്കണം. പിന്നെ രഥയാത്ര ഭാവിയിൽ പറയുകയാണ്, ഈ വർഷമല്ല, ഭാവിയിലേക്ക് നമുക്കൊരു രഥയാത്ര ചെയ്യണം. എവിടെയാന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയോ എവിടെയെങ്കിലും ചെയ്യണം. ഇനി ഭജൻ പ്രോഗ്രാംസ് പോലുള്ള മേജർ ഈവൻറ്റ്സ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ളതുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ അടുത്തത്, ഇതൊക്കെ നമ്മൾ കോണ്ടാക്ട് ആണെന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വലിയ ഈവൻറ്റ്സ് പറഞ്ഞു. അടുത്തത് പൊതുവെ നമ്മൾ ചെയ്യുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാംസ്. ഇവിടെ എഴുതിയിരിക്കുന്നത് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ നഗരസങ്കീർത്തനാണ് NS എന്ന് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്, FFL ഫുഡ് ഫോർ ലൈഫ്, ദാമോദർ പ്രോഗ്രാം, ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന ഭഗവത്ഗീത കോഴ്സ്. അപ്പൊ ഇതൊക്കെ വൈഡായിട്ട് ആൾക്കാർ റീച്ച് ചെയ്യാൻ, പിന്നെ സ്പെസിഫിക് ആയിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൗസ് പ്രോഗ്രാംസ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് വളരെ കുറഞ്ഞു. പക്ഷെ ഹൗസ് പ്രോഗ്രാംസ് ചെയ്യണം. വീടുകളിൽ പോയിട്ട് അവർക്ക് വേണ്ടി അവരുടെ ഒരു ജന്മദിനം ആഘോഷിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഹരിശരൺ പ്രഭു, രേഷ്മ മാതാജി, രാധികേഷ് പ്രഭു ഒക്കെ പോയിട്ട് ഇവിടെ ചെയ്തു, നമ്മുടെ DLF-ല് അല്ലെ? അതെ. അപ്പൊ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. പലരും നമ്മളെ വീട്ടിൽ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വിളിക്കും, നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സോൾ ഫീസ്റ്റ് ആണ് SF എന്നിട്ടിരിക്കുന്നത്. പിന്നെ അക്കാഡമി ഭാവിയിൽ വേണ്ടി ആൾക്കാരെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കാഡമി ഉപയോഗപ്പെടും. പിന്നെ നമ്മളിങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാൻ ഈ പ്രദേശത്ത് നമ്മൾ വലിയ മോശമല്ല, നമ്മൾ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഭാഗത്ത് നമ്മൾ മോശക്കാരല്ല. സത്യം പറഞ്ഞാൽ 10-ൽ നമുക്കൊരു 7 മാർക്കൊക്കെ സുഖമായിട്ട് തരാം. കാര്യം എല്ലാവരും ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്ത് പല സെന്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാംസ് ചെയ്യുന്നത്.
അത്യാവശ്യം ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എന്നാലും നമ്മൾ നന്നായിട്ട് ചെയ്യുന്നു. ഓക്കെ. പക്ഷെ ഇവിടെ വരുമ്പോൾ കൾട്ടിവേഷൻ ആൻഡ് കെയർ വരുമ്പോൾ നമ്മൾ ഒരുപാട് അതിൽ അടിമുടി മാറ്റേണ്ടതുണ്ട്. കാര്യം ഈ വരുന്ന ആൾക്കാരെ നമ്മൾ കൂടെ നിർത്താനും അവിടെ സത്സംഗങ്ങൾ ചെയ്ത് പ്രഭുപാദിന്റെ എന്ന് വെച്ചാൽ കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവരെ പഠിപ്പിക്കാനും നാമം ജപിപ്പിക്കാനും കൃഷ്ണാവബോധത്തിന്റെ ബേസിക് ഫിലോസഫി, കൃഷ്ണന്റെ 6 ഐശ്വര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ എന്ന് കൃഷ്ണനെ വിളിക്കുന്നത്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പോലും നമ്മൾ ക്രമേണ നമ്മൾ പടിപടിയായിട്ട് പഠിപ്പിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ആൾക്കാരെ ശിക്ഷാ ലെവൽ സ്റ്റെപ്സ്, ഇത് ശിക്ഷാ ലെവലിൽ പയ്യെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരു ദീക്ഷാ ലെവലിലേക്ക് എത്തിക്കുക ആൻഡ് അവരെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതിൽ വീക്കാണെന്നുള്ളത് പൊതുവായിട്ട് തന്നെ സമ്മതിക്കുന്നു, ഒരു സങ്കോചം കൂടാതെ സമ്മതിക്കുന്നു. സോ അതിനെന്താണ് കാരണങ്ങളെന്ന് ആരാഞ്ഞിട്ട് നമ്മൾ അതിനെ ഭക്തന്മാർ എന്തുകൊണ്ട് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നമ്മൾ ഇതിനെ ശക്തിമത്താക്കണം. കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഭക്തന്മാരെ ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ കൺവേർഷൻ ശരിക്കും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ ഇവിടേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന രീതിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് ടെമ്പിൾ, അവിടെ അവര് ഈ ശിക്ഷാ പ്രോഗ്രാമിന് തന്നെ പേര് മാറ്റിയിട്ട് അതിനൊരു ഭക്തി സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ടുണ്ട്. ആ പേര് ശിക്ഷയെക്കാളും കുറച്ചുകൂടി നല്ല പേരായിട്ട് തോന്നുന്നു, ഇല്ലേ? ശിക്ഷ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പ്രത്യേകിച്ച് അതിന്റെ അർത്ഥം മറ്റൊരു രീതിയാണ്. ശിക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കുന്നത്. സോ ഭക്തി സ്റ്റെപ്സ് എന്നുള്ള ഒരു രീതിയിൽ അതിനെ അവര് കാണുന്നു. സോ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി, വാട്ടെവർ സത്സംഗങ്ങൾ ഓൺലൈനിൽ ചെയ്യുക, ഗോപാൽ സ്കൂളിന്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ നമ്മൾ വീണ്ടും ചെയ്യുന്നത് ഒരുപാട് ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിരിക്കണം, ഫലവത്തായിരിക്കണം. അത് ഇവിടുത്തെ കാര്യം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 5ാമതൊരു കാര്യം കൂടി മനസ്സിൽ തോന്നുന്നുണ്ട്. ഫണ്ട് റേസിങ് അല്ലെങ്കിൽ ഫ്രണ്ട് റേസിങ്. ഇത് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ നമുക്ക് ഇസ്കോൺ കൊച്ചിയുടെ ഭാവിക്ക് വളർച്ചയ്ക്ക് വേണ്ടി അനിവാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ചീഫ് ഗസ്റ്റിനെയൊക്കെ വിളിക്കുന്നുണ്ട്, വലിയ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, പക്ഷേ പതിവായിട്ട് അവരൊന്നും പോയി നമ്മൾ മീറ്റ് ചെയ്യാറില്ല. ആ ലെവലിലേക്ക് പോയിട്ടില്ല നമ്മൾ. എന്ന് വെച്ചാൽ കൊച്ചിയിൽ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ അധ്യാപകരുണ്ട്. വലുതാവണമെന്നില്ല, വലിയ എന്ന് ഉദ്ദേശിക്കുന്നത് പണക്കാരെന്നല്ല ഉദ്ദേശിച്ചത്. സമൂഹത്തില് ഒരു സ്വാധീനമുള്ള ഒരു സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷെ അവരുടെ അങ്ങനെ മനസ്സുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക. ഇസ്കോൺ കൊച്ചിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതിൽ നിന്നൊരു കമ്മിറ്റി കൈൻഡ് ഓഫ് ഫോം ചെയ്യുക. പിന്നെ നമ്മുടെ മീഡിയ, സർക്കാർ, അതുപോലെ മാധ്യമങ്ങൾ, ഇപ്പോൾ പത്രമാധ്യമങ്ങളാണെങ്കിലും മറ്റ് ചാനൽ മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ അവരെയൊക്കെ ഒന്ന് പോയി കാണുക, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. പിന്നെ ഫണ്ട് റേസിങ് ക്യാമ്പയിൻസ്, നമുക്ക് പ്രോജക്റ്റ് വരുമ്പോൾ ഫണ്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ പല രീതിയിലും നമുക്ക് ഫണ്ട്സ് റേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യുക. ഇത് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ CRM, ഡോണർ കെയർ, ഈ വരുന്ന ആൾക്കാരുടെയൊക്കെ ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവര് ഗിഫ്റ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ നമുക്ക് ഫ്രണ്ട് റേസിങ്, ഇത് വലിയൊരു സേവയാണ്, ആവശ്യമുണ്ട്. അവസാനമായിട്ട് ഇതും കൂടി പറയാം. ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പക്ഷേ ഈ 5 വിഭാഗങ്ങളെ കൂടാതെ ഇതെല്ലാം നടക്കണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഇതിന് ഈ 5നും ഒരു അടിത്തറ പാകാൻ വേണ്ടിയിട്ട് 3 ലെയർ ആവശ്യമുണ്ട്. ഏറ്റവും താഴെ ഒരു വിഷൻ, നമ്മളെ വളർച്ച, ഇസ്കോൺ കൊച്ചി എന്താണ്, 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു രൂപം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം അത് നമ്മുടെ സീനിയേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മളും ചർച്ച ചെയ്ത് വളർത്തിയെടുക്കണം. നാളെ ഇസ്കോൺ വളരെങ്കിൽ നമ്മളിൽ തന്നെ കുറച്ച് പേര് ലീഡർ ആവണം. ലീഡർഷിപ്പ് ഒരാളല്ല, 10 പേരുണ്ടാവണം, 100 പേരുണ്ടാവണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ പ്ലാനിങ് ആവശ്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഭാവി പ്ലാൻ ചെയ്യുക. പിന്നെ വേറെയും കാര്യങ്ങളുണ്ട്, ഞാനത് മുന്നോട്ട് വരുമ്പോൾ പറയാം.
ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ഡിജിറ്റൽ സിസ്റ്റംസ് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡേറ്റാബേസ് വേണം, ഭക്തന്മാരുടെ എണ്ണം വെച്ച് ഡേറ്റാബേസ് വേണം, സോഷ്യൽ മീഡിയ, പ്രിന്റ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കലണ്ടർ വേണം പ്ലാൻ ചെയ്യാൻ പരിപാടികൾ, ഇങ്ങനെ ഇതൊക്കെയാണ് ഡിജിറ്റൽ. അതുകൊണ്ട് ഡിജിറ്റൽ ഇതിനെല്ലാറ്റിനും വേണം എന്നുള്ളതുകൊണ്ട് ഇതിനെ താഴെ ഇട്ടു. പ്ലാനിങ്ങും എല്ലാറ്റിനും വേണം, ലീഡർഷിപ്പും എല്ലാറ്റിനും വേണം. ഓക്കെ, കഥയുടെ പാതി കഴിഞ്ഞു, 9 മണിയായി. ഇത് കണ്ടിട്ട് ഇപ്പൊ പേടിയാവുന്നുണ്ടോ അതോ കുറച്ചൊരു വ്യക്തത വന്നോ? ചോദ്യം. പേടിക്കണ എന്തിനാ പോകും? നമ്മളെ കുടുംബത്തായാലും ഇതേപോലെ പ്ലാനിങ് ഒക്കെ ചെയ്തല്ലേ നമ്മൾ ചെയ്യണത്. പേടിക്കാൻ എന്താ ഉള്ളത്? ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സെന്ററിന് വേണ്ടി ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഒരുവിധം ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. Yes, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒരു കുടക്കീഴിൽ വന്നു. ഒറ്റ പേജിൽ ഇതിനെ നമ്മൾ നോട്ടീസ് ബോർഡിൽ ഇടാൻ പോവുകയാണ്, ഒന്ന് ഫൈനലൈസ് ആയി. പക്ഷെ ഇതിനെ മലയാളത്തിലും ആക്കാം. സോ ഇത്രയും ഹരേ മനസ്സിലായി. കൃഷ്ണ പ്രഭു. യെസ്, പ്രഭു, സോഷ്യൽ മീഡിയ അതൊക്കെ ഇതിൽ ഇൻവോൾവ് ആകുമോ പ്രഭു? ഇവിടെ ഉണ്ട് പ്രഭു. ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഇത് എല്ലാറ്റിനും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ താഴെ കണ്ടു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റംസ്, ഡേറ്റാബേസ്, സോഷ്യൽ മീഡിയ ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ 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 പ്രഭു. എന്ന് വെച്ചാൽ ഇതിന് ഇനേബിളേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഇതിനൊക്കെ സാധ്യമാക്കുന്നത് ഈ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ ഒരു 5 വിഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഈ 5 വിഭാഗങ്ങളെയും നിലനിർത്തുന്ന അല്ലെങ്കിൽ ഇതിന്റെ സേവകരായിട്ട് നിൽക്കുന്നതാണ് ഈ താഴെ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഡിജിറ്റൽ സിസ്റ്റംസ്, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ, വാട്സാപ്പും സൂമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പിന്നെ അതിന് താഴെ പ്ലാനിങ് ആവശ്യമുണ്ട്. നമ്മൾ ഓരോ പരിപാടികളെ കുറിച്ച് ആസൂത്രണം ആവശ്യമുണ്ട്, അല്ലെ? അത് പറയേണ്ട കാര്യമേ ഇല്ല. ഓരോന്ന് എന്ത് ചെയ്യണമെങ്കിൽ, ഒരു പൂജ ചെയ്യണമെങ്കിൽ തന്നെ അതിന് പ്ലാനിങ് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെയാണ് Yes, പ്രഭു. ഇല്ലേ വാസ്തവത്തിൽ Yes, thank you. പറയുന്നത്. ആ പ്ലാനിങ് ചെയ്യുന്നത്, നമ്മൾ പ്ലാനിങ് ചെയ്യുന്നു ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ വാസ്തവത്തിൽ ഒരു പൂജ തുടങ്ങുന്നത് അതിന് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് പൂജ വേണമെങ്കിൽ അവിടെ തിരി ഉണ്ടാവണം, ചന്ദനത്തിരി ഉണ്ടാവണം, പൂ ഉണ്ടാവണം. ചാമരം വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരുന്നാൽ നടക്കില്ല. ഇതൊക്കെ ആ പൂജയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. അത് എവിടെ വെച്ച് ചെയ്യണം? സ്ഥലം തന്നെ നമ്മള്. അതെ. അതാണ് main. അപ്പൊ ഇതെല്ലാം ഡിവോഷണൽ സർവീസ് ആണ്. വാസ്തവത്തില് വൃന്ദാവനത്തില് ഈ മൊത്തം പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ആരുടെ കീഴിലാണ്? വൃന്ദാദേവിയുടെ കീഴിലാണ്. ഓഹോ. അതെ. മനസ്സിലായില്ലേ? തുളസി ദേവി, വൃന്ദായൈ തുളസി ദേവിയായി പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവത്യൈ നമഃ. സോ വൃന്ദാദേവി, തുളസി ദേവിയാണ് മൊത്തം വൃന്ദാവനത്തിൽ നടക്കാൻ പോകുന്ന ലീലകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് വലിയൊരു സേവയാണ്. ആധ്യാത്മികമായിട്ട് നോക്കിയാൽ വൃന്ദാദേവിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വൃന്ദാദേവിക്കൊന്നും ചെയ്യുന്നില്ല, എന്നാലും അത് വലിയൊരു, നമുക്ക് ആധ്യാത്മികമായിട്ട് അതിനങ്ങനെ കാണാം. ആൻഡ് അങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൃന്ദാദേവിയുടെ അനുഗ്രഹം വേണം. സോ അതുകൊണ്ട് നമ്മൾ ദിവസം തുളസി പൂജ ചെയ്യുന്ന സമയത്ത് തുളസി ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനുള്ളൊരു ശക്തി കിട്ടും. റൈറ്റ്? സോ മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ വേറൊന്നും ഓർമ്മയില്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഓർത്താൽ മതി. സെന്ററിന്റെ പ്രവർത്തനങ്ങളുണ്ട്, അതിന് കീഴെ കുറെ കാര്യങ്ങളുണ്ട്. പ്രോജക്റ്റ് ഉണ്ട്, നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. തൃക്കാക്കര പ്രോജക്റ്റും മറ്റ് പ്രോജക്റ്റുകളും ഉണ്ട്. പിന്നെ ഇവിടെയാണ് പ്രീച്ചിങ് വരുന്നത്. നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, ജനങ്ങളുമായിട്ട് സമ്പർക്കത്തിന് വേണ്ടിയുള്ള പല പരിപാടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പക്ഷെ അങ്ങനെ വരുന്ന ജനങ്ങളെ പയ്യെ അവരെ പരിശീലിപ്പിച്ച് കൾട്ടിവേറ്റ് ചെയ്ത് അവരെ കെയർ ചെയ്ത് അവർക്ക് ദീക്ഷ കൊടുക്കാനും അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നത് വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ വീക്കാണ്. ഇവിടെ നമ്മൾ വീക്കായ സ്ഥലത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമല്ലോ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ അത് ചെയ്യണം.
പിന്നെ അഞ്ചാമത്തേത് ഫണ്ട് റേസിംഗ്, ഫ്രണ്ട് റേസിംഗ്, പൊതുജനമധ്യത്തിലേക്ക്, പൊതുജനമല്ല, എങ്ങനെ പറയാ, സമൂഹത്തിന്റെ ആ, സമൂഹത്തിനെ സ്വാധീനിക്കുന്ന ശക്തികളുണ്ട്. അവരിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇവിടെ ഫണ്ട് റേസിംഗ്, ഫ്രണ്ട് റേസിംഗ് ഒക്കെ. ഇവിടെ പൊതുജന മധ്യത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടിരിക്കുന്നു. ഒന്ന്, ഈ മൊത്തം ഡിജിറ്റൽ സംഭവം അടിസ്ഥാനമാണ്, അത് എല്ലാവർക്കും ആവശ്യമുണ്ട്. പിന്നെ അതിന് താഴെ നമുക്ക് പ്ലാനിങ് ആവശ്യമുണ്ട്, സിസ്റ്റംസ് ആവശ്യമുണ്ട്, അതിനും താഴെ നമുക്കൊരു നേതൃത്വം ആവശ്യമുണ്ട്. റൈറ്റ്? ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാം, ബോറടിപ്പിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും ഒഴിവാക്കാൻ സാധിക്കുമോ? ഇല്ല. ശരിയല്ലേ? ഇതിൽ സത്യം പറഞ്ഞാല് ഈ കോണ്ടാക്ട് കൾട്ടിവേഷൻ ആണ് വാസ്തവത്തിൽ പാല്. വാസ്തവത്തിൽ കൾട്ടിവേഷൻ ആണ് പാല്. ശരിയാണോ? ഇതാണ് പാല് വാസ്തവത്തിൽ. ബാക്കിയെല്ലാം പാത്രമാണ്. മാനേജ്മെന്റ്, പ്രോജക്റ്റ്, കോണ്ടാക്ട്. ഓഫ്കോഴ്സ് ഇതിനകത്തൊക്കെ കൃഷ്ണാവബോധം നമ്മൾ പറയും. ആ സമയത്ത് അവിടെ പാലുണ്ട്. ഈ ഫ്രണ്ട് പൂജ റേസിംഗ് പ്രഭു, പൂജയൊക്കെ പാലല്ലേ? അല്ല, ഞാൻ സമ്മതിച്ചു. ഇതിനകത്ത് നമ്മൾ എല്ലാം ഭക്തി ചെയ്യുകയാണെങ്കിൽ അവിടെ പാത്രവും പാലും ആയി, അല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന ഇപ്പൊ അക്കൗണ്ട്സും അങ്ങനെ നോക്കിയാൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ അതെല്ലാം കൃഷ്ണാവബോധം തന്നെയാണ്. പക്ഷെ പറയുന്നത് ഹരേ കൃഷ്ണ പ്രഭു, ഇതിന്റെ മൊത്തം നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൾട്ടിവേഷൻ ആയിരിക്കും. അതെ, അതെ, റൈറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ഒന്നും ഒഴിച്ചുകൂടാൻ സാധിക്കില്ല, എല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, ഇനിയിപ്പോ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അപ്പോ ചോദ്യം ഇതാണ്, നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നടന്നു പോണ്ടേ? വേണം. എല്ലാം നടന്നു പോകണം. നമുക്കൊന്ന് വേണമെന്നോ മറ്റൊന്ന് വേണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു സേവ വലുതെന്നോ മറ്റൊരു സേവ ചെറുതെന്നോ പറയാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പാരലായിട്ട്, സമാന്തരമായിട്ട് കാര്യങ്ങൾ നടന്നു പോകണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കിച്ചണിൽ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരാൾ പപ്പടം കാച്ചും, വേറൊരാൾ അരി അടുപ്പത്തിടും, മറ്റൊരാൾ സബ്ജി കട്ട് ചെയ്യും. കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ ഒരു സങ്കീർത്തനമാണത്. ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നു, പക്ഷെ അത് അവസാനം അതെല്ലാം ചേർന്ന് ഒരു സദ്യയായിട്ട് വരുന്നു, അല്ലേ? ഭഗവാൻ ഓഫർ ചെയ്യാൻ വരുന്നു. ഓഫറിംഗ് പ്ലേറ്റിൽ വരുമ്പോൾ ഈ എല്ലാ സേവനങ്ങളും ആ നിവേദ്യ തളികയിൽ ഒന്നിച്ചു കൂടുകയാണ്, സംഗമിക്കുകയാണ്, ഇല്ലേ? ആലോചിച്ചിട്ടില്ലേ? ആ സേവകളൊക്കെ അവിടെ സംഗമിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ അത് സ്വീകരിക്കുമ്പോൾ ആ സേവ മഹാപ്രസാദമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇസ്കോൺ കൊച്ചിയിൽ ഈ പറയുന്ന ഇത് ഓരോ വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതെല്ലാം മൊത്തമായിട്ട് ഈ പേജിൽ കാണുന്ന എല്ലാം നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്, ശ്രീ രാധാകൃഷ്ണന്മാർക്ക് നമ്മൾ ശ്രീല പ്രഭുപാദ് വഴി, ഗുരുപരമ്പര വഴി നമ്മളത് ഓഫർ ചെയ്യാണ്. ആൻഡ് അങ്ങനെ ഭഗവാൻ അത് സ്വീകരിച്ച് മഹാപ്രസാദമായിട്ട് വരുന്നു. അപ്പോൾ ആ കുക്കിങ്ങിന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ പലരും പലത് ചെയ്യണം. ഒരാൾ പപ്പടം കാച്ചണം, ഒരാള് പായസം ഉണ്ടാക്കണം, മറ്റൊരാള് അവർക്ക് എന്തറിയാമോ. ഇപ്പൊ ഒന്നും അറിയാത്ത എന്നെ പോലെ ഒരാളാണെങ്കിൽ എന്ത് പറയും? ആ ക്യാരറ്റിന്റെ തൊലി കളയാൻ പറയും, ഇല്ലേ? ഇതൊക്കെ സേവയാണ്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ സേവകൾ 4ആയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് അങ്ങനെ ഒരു 4 സമാന്തരമായ സേവകൾ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നു. സെന്ററിന്റെ ഓപ്പറേഷൻസ് നടത്തണം. ഇത് ഞാൻ പിന്നെ പറയാം. സെന്റർ ഓപ്പറേഷൻസ് നടക്കാൻ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നുകൂടി ശരിയാക്കാൻ വേണ്ടിയിട്ട് സേവാധാരികൾ ഇപ്പൊ പറഞ്ഞ 64 പേര് ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ അതിൽ തന്നെ കുറച്ച് പേര് ചേർന്ന് ഈ നേതൃത്വം ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി വീണ്ടും ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ സേവാധാരീസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പൊ നമ്മൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കമ്മിറ്റി ആവശ്യമുണ്ട്. പിന്നെ അവരുടെ മാർഗദർശനത്തിൽ സേവാധാരീസ് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അതിനെ EC ഇട്ടിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോർ സെൻട്രൽ ഓപ്പറേഷൻസ്. ഓക്കെ, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് മറ്റൊരു സമയത്തിലാവാം. പക്ഷെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകണം, അത് വളരെ പ്രധാനമാണ്. രണ്ടാമത് പ്രോജക്റ്റ്, അതിന് തനി വേണം. ഇപ്പൊ പ്രോജക്റ്റിൽ വലിയ ജോലി ഇല്ലാത്തത് കൊണ്ട്, ലാൻഡിന്റെ കാര്യം മാത്രം ആയതുകൊണ്ട് നമുക്കിപ്പോൾ ലാൻഡ് മേടിക്കാനുള്ള ഫണ്ട്സ് ആണ് പ്രധാനം.
അതുകൊണ്ട് നമുക്ക് ഫണ്ട് റേസിംഗ് ടീമായിട്ട് ഈ പ്രോജക്റ്റ് ടീം കുറച്ചു കാലത്തേക്ക് വർക്ക് ചെയ്യും. പ്രോജക്റ്റ് ശരിക്കും നമ്മൾ പണിത് തുടങ്ങുന്ന സമയത്ത് ഇത് 2 ടീം ആവണം. അതിനുള്ള മാൻ പവർ, ഡിവോട്ടി മാൻ പവർ അപ്പോൾ ഭഗവാൻ തരുന്നു പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് PROJ പ്രോജക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഭക്തിവൃക്ഷ അല്ലെങ്കിൽ പ്രീച്ചിങ് എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കോണ്ടാക്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു, ചെറുതും വലുതുമായിട്ട്. അത് കഴിഞ്ഞ് സത്സംഗങ്ങളിലേക്ക് അങ്ങനെയുള്ള താല്പര്യമുള്ള ജനങ്ങളെ ബന്ധപ്പെടുത്തുന്നു. ഇപ്പോ വൈറ്റില സത്സംഗം വൈറ്റിലയിലാണ് നമ്മൾ ജന്മാഷ്ടമി ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഷുവറായിട്ടും വൈറ്റിലയില് ഈ സത്സംഗത്തിൽ നിന്ന് ഈ ജന്മാഷ്ടമിയിൽ നിന്ന് വരുന്ന ഒരു 10 പേരെങ്കിലും താല്പര്യപ്പെട്ടവർ കാണും. അപ്പൊ അവരെ വെച്ചൊരു സത്സംഗം വൈറ്റില ഏരിയയിൽ തുടങ്ങുക, അതുപോലുള്ളൊരു കാര്യത്തിന് ഊന്നൽ കൊടുക്കുക. വാസ്തവത്തിൽ പറഞ്ഞാൽ ദീക്ഷ എടുത്ത എല്ലാ ഭക്തന്മാരും ക്ലാസ് എടുക്കണം എന്ന് തന്നെയാണ് അത് പറയുന്നത്. അതങ്ങനെ തന്നെ വേണം, റൈറ്റ്? സോ അതൊരു കാര്യം. സത്സംഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശിക്ഷ അല്ലെങ്കിൽ ഭക്തി സ്റ്റെപ്സ് ചെയ്യാം. അപ്പൊ പയ്യെ ആൾക്കാർ 1 മാല 4 മാല അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ആൾക്കാരെ പ്രചോദിപ്പിച്ച് കൊണ്ടുവരിക. അങ്ങനെ ദീക്ഷ എടുക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിവോട്ടീസിന്റെ എണ്ണം പ്ലസ് വർദ്ധിക്കും. അത് നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്റീച്ച് വരെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് സത്സംഗ, ശിക്ഷ, ഡിവോട്ടീസ് നമ്മൾ സെന്റർ എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ വീക്കാണ്. അപ്പൊ അതിനെ ഊർജ്ജസ്വലമാക്കാൻ ഇപ്പൊ ഗോപാൽ സ്കൂളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പേരൻസ് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് ആൾക്കാരെ. പക്ഷെ അവരെ ഈ ഒരു മാർഗത്തിലൂടെ കൊണ്ടുപോയി ഭക്തന്മാരാക്കാനുള്ളതിന് നമ്മൾ പ്രത്യേക ഊന്നൽ കൊടുക്കണം. അതുകൊണ്ട് BV എന്ന് എഴുതിയിട്ടുണ്ട്. ഭക്തിവൃക്ഷ ഓർ പ്രീച്ചിങ്, ഈ പേര് എന്ത് വേണമെങ്കിലും ഇടാം, പ്രീച്ചിങ് എന്ന് വേണമെങ്കിലും ഇടാം. പിന്നെ പ്ലാനിങ്, നേരത്തെ പറഞ്ഞ പോലെ ഓവറോൾ പ്ലാൻ ചെയ്യുക, മേജർ ഈവൻറ്റ്സ് പ്ലാൻ ചെയ്യുക, സിസ്റ്റംസ്, ടൂള് പ്ലാൻ ചെയ്യാൻ PL. ഇങ്ങനെ നമ്മുടെ ഉള്ള ഭക്തന്മാർ തന്നെ ഈ ഒന്നിൽ കിടന്നാലും മറ്റൊന്നിലേക്ക് എന്തായാലും പറയാ എത്തി നോക്കരുത് എന്നുള്ള സിറ്റുവേഷൻ ഒന്നും നമ്മളായിട്ടില്ല. നമുക്ക് ആകെയുള്ള ഭക്തന്മാര് ഇതിൽ ഒന്നിൽ കൂടുതൽ നമ്മൾ ചെയ്യണം. പക്ഷെ കഴിയുന്നതും ഇതിനൊരു സ്ട്രീം ലൈൻ ആക്കി കഴിഞ്ഞാൽ ഈ 4ഉം സമാന്തരമായിട്ട് 4 റെയിൽവേ ട്രാക്ക് പോലെ പാരലൽ ട്രാക്കുകളായിട്ട് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെന്റർ ഓപ്പറേഷൻസ് EC പ്രോജക്ട്സ് PROJ എന്ന് പറയുന്നത് ഫണ്ട് റേസിങ്ങും പ്രോജക്ട്സ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് BV എന്നുള്ളത് ഭക്തിവൃക്ഷ പ്രീച്ചിങ്ങിന്റെ. അപ്പൊ ഈ കൾട്ടിവേഷൻ കെയർ ഭക്തിവൃക്ഷയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന്റെയാണ്. പിന്നെ ഹോം പ്രോഗ്രാം, സോൾ ഫീസ്റ്റ് ഒക്കെ ഓഫ്കോഴ്സ് സോൾ ഫീസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ എന്തായാലും ഇതൊക്കെ പ്രീച്ചിങ്ങിന്റെ ഭാഗമാണ്. ഞാൻ അക്കാഡമി കട്ട് ചെയ്തു, കാര്യം നമ്മൾ എവിടെ എത്തിയിട്ടില്ല. മേ ബി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ കഴിവനുസരിച്ച് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താൻ പറ്റുള്ളൂ. പിന്നെ 4മതുള്ളത് പ്ലാനിങ് ടീമാണ്. അപ്പൊ പ്ലാനിങ് നമ്മൾ ഈ ഉത്സവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. പിന്നെ ഇവിടെ ഇതും പ്ലാനിങ് ആണ്. നമുക്ക് ഡേറ്റാബേസ് ഒക്കെ ഇപ്പൊ ഹരിശരൺ പ്രഭു ഈ ഡേറ്റ കാര്യങ്ങളിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ പ്ലാനിങ്ങും സിസ്റ്റംസും കംപ്ലയൻസസും ഒക്കെ. ഈ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ സർക്കാർ നിയമങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മളൊരു പ്രസ്ഥാനം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റൂൾസ് ഉണ്ട്. ടാക്സിന്റെ, അക്കൗണ്ട്സിന്റെ റൂൾസ് ഉണ്ട്. ഇപ്പോൾ HR റൂൾസ് വന്നു തുടങ്ങി. നമ്മുടെ ഇസ്കോൺ കൊച്ചിയിൽ ജോലി എടുക്കുന്ന എന്നുവെച്ചാൽ ജോലിയല്ല, സേവനമാണ്. പക്ഷെ എന്നാലും എംപ്ലോയിഡ് ആയിട്ടുള്ള ഡിവോട്ടീസിന് അവരുടെ ഓഫീസിലുള്ള പോലെ നമുക്ക് PFും ഗ്രാറ്റുവിറ്റിയും പിന്നെ എന്താണ് പറയുക ESIയും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. ഒരു മിനിമം വേതനം വേണം. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഡെയിലി മെയിൽസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രമേണ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പ്ലാനിങ്ങിന്റെ ഇതിലാണ് കിടക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സ്ലൈഡാണ്. ഇത് കഴിഞ്ഞാൽ തീർന്നു. സോ എൻ്റെ ഒരു അഭ്യർത്ഥന, ഇപ്പോഴത്തെ സിറ്റുവേഷന് നമുക്ക് പ്രോജക്റ്റിന്റെ ഇതിരിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഒരു വലിയൊരു കുറവ്, 2 വലിയ കുറവുകളാണ് നമുക്ക്. അത് നമുക്ക് മാത്രമല്ല, എല്ലാ ടെമ്പിൾസിനും പല രീതിയിലുണ്ട്. ഒന്ന് ഭക്തന്മാരുടെ കുറവ്, സേവ ചെയ്യാൻ നമുക്ക് ആള് കുറവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കുറവ് നമുക്ക് ആളുകളുടെ കുറവ്.
മറ്റൊരു വലിയ കുറവ് എന്താണ്? ഫണ്ട്സ്, അല്ലെ? പൈസ. ഉം. ഇത് രണ്ടും ആണല്ലോ. ഇതിൽ അതെ. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും മറ്റേത് നമുക്ക് ഉണ്ടാക്കാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആളെ കാശ് കൊടുത്ത് നിർത്താം. ഈവൻ ഭക്തന്മാർക്ക് പോലും എന്താണ്, പുറത്ത് വർക്ക് ചെയ്യുന്ന ഡിവോട്ടീസ് ആത്മാർത്ഥമായിട്ട് സെന്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഭക്തന്മാരുണ്ട്. ചിലരെന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നാളെ തൃക്കാക്കര പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ പുറത്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പ്രഭുപാദിന് വേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്കൊരു മാസ വരുമാനം ആവശ്യമുണ്ട്, കാര്യം അതെനിക്ക് വേണം. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഡിവോട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആളെ കിട്ടും. ഇനി തിരിച്ചും ശരിയാണ്, ആളുണ്ടെങ്കിൽ, കൂടുതൽ ഭക്തന്മാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പൈസയും നമുക്ക് വരുമാനം വരും. അപ്പോൾ എവിടെങ്കിലും നമ്മളൊന്ന് തുടങ്ങണം. പക്ഷെ ഇപ്പോ ഞാൻ ഒരു ജന്മാഷ്ടമി ടൈമിലെങ്കിലും, അത് ലേറ്റസ്റ്റ് ആണ്, ഓൾറെഡി എനിക്ക് പുറത്തുപോയി ഫണ്ട് റേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. കാര്യം നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നു സ്ഥലത്തിന് വേണ്ടി, പിന്നെ എല്ലാം കൊണ്ടും നമുക്കൊരു 2.5 കോടിയോളം രൂപ നമ്മൾ എന്താ പറയുക, നമ്മൾ അതോ അതിൽ കൂടുതലോ വാസ്തവത്തിൽ പറഞ്ഞാൽ നമ്മൾ റേസ് ചെയ്യണം. അതിൽ ഓൾറെഡി വലിയൊരു കമ്പോണന്റ് ലോൺ ആയിരിക്കും. അത് ചെയ്തേ പറ്റൂ. അത് ഓൾറെഡി നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഭക്തി വിനോദ് മഹാരാജിന്റെ അപ്രൂവൽ കിട്ടി, ഭാനുസ്വാമി മഹാരാജിന്റെ അപ്രൂവൽ കിട്ടി. അപ്പൊ മഹാരാജ് പറഞ്ഞു എന്തായാലും ചെയ്യണം, നമുക്കത് ഐ വിൽ ബി ദെയർ, വി ലെറ്റ് us ഡു ഇറ്റ് എന്ന് മഹാരാജ് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭക്തി വിനോദ് സ്വാമി മഹാരാജ്. സോ അത്ര സ്ഥലം ഉണ്ടെങ്കിലേ നമുക്ക് ഭാവിയിൽ ഒരു സെന്ററിനുള്ള ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഇറങ്ങണം. പിന്നെ ചേർത്തലയ്ക്കും അത്യാവശ്യം സേവ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോ ഞാൻ എന്തായാലും പുറത്തിറങ്ങിയേ പറ്റൂ. നമ്മൾ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ടാവും, ജഗസാക്ഷി പ്രഭു ടെമ്പിൾ അദ്ദേഹം ഉണ്ടാവാറില്ല. കാരണം അദ്ദേഹം ടെമ്പിളിൽ നിൽക്കുകയാണെങ്കിൽ ടെമ്പിൾ നടക്കില്ല. പുറത്തിറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ, പ്രോഗ്രാംസ് ചെയ്താലേ നടക്കുള്ളൂ, യാത്രകൾ ചെയ്താലേ നടക്കുള്ളൂ. പിന്നെ സ്വന്തമായിട്ട് പോയി ക്ലാസ്സും കീർത്തനവും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയാൽ മാത്രമേ ഇസ്കോൺ കൊച്ചി എന്നൊരു സാധനം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ട ഒരു ഡൊണേഷനും അതുപോലെ പ്രോജക്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഭൂലോകത്ത് ഏത് സ്ഥലത്തും പോയി, സൈബീരിയ വരെ പോയി, ഓസ്ട്രേലിയ വരെ പോയി, അല്ലെങ്കിൽ അത്രയും വേണമെന്നില്ല, അയ്യന്തോളാണെങ്കിൽ അയ്യന്തോള്, ഏതെങ്കിലും ഒരു സ്ഥലം, റൈറ്റ്? ഞാൻ പറയുകയാണ്, അയ്യന്തോള് പറ്റില്ല, കേരളത്തിലാണത്. ബട്ട് എവറിവെയർ പോയിട്ട് ഫണ്ട്സ് റേസ് ചെയ്യുക ആൻഡ് ഇത് ചെയ്യാന്നുള്ളത്, ഞാനത് ചെയ്തേ പറ്റൂ. ആ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ ദയവായിട്ട് ക്രമേണ, ഞാൻ കാണാതാവില്ല, അപ്രത്യക്ഷനാവില്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ. അതിനെന്ത് വേണം? നമ്മൾ സേവയല്ല, ഉത്തരവാദിത്വം എടുക്കണം. അത് വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ മീറ്റിംഗിൽ ഇപ്പൊ 17 ഡിവോട്ടീസ് ഉണ്ട്. അതിനെ നമുക്ക് ഇൻക്രീസ് ചെയ്ത്, ഈ 17 പേരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് മറ്റ് ഡിവോട്ടീസിനെ അതെങ്ങനെ ചെയ്യണം എന്നറിയില്ല, പക്ഷെ നമ്മളത് ഇപ്പൊ ഒരാൾക്ക് ഇത്രയും പേരെ കെയർ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മള് അത് എന്തെങ്കിലും ഒരു വഴികൾ നമ്മൾ കണ്ടുപിടിച്ച് ആദ്യം തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇപ്പൊ സൺഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നില്ല, തേഴ്സ്ഡേ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, മറ്റേതെങ്കിലും ഡിവോട്ടീസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, അങ്ങനെയുള്ള ഇനീഷ്യേറ്റഡ് ഡിവോട്ടീസ് ഉണ്ട്. നമുക്ക് ദീക്ഷ എടുത്തിട്ടുണ്ട്, പക്ഷെ അവരെ കാണാനേ ഇല്ല. എന്റെ സൗകര്യത്തിന് അല്ല, ബുദ്ധിമുട്ടുള്ളത് വേറെ കാര്യം, പക്ഷെ അല്ലാത്തപ്പോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമുക്ക് ഭക്തന്മാര് വേണം. ഇനി നമുക്ക് ഭക്തന്മാരുടെ എണ്ണം കുറവാണ്, നമുക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ചില സേവകൾ നമ്മൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മളത് ചെയ്യേണ്ടി വരും. ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ വളരെ മിനിമം ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ നമ്മൾ ദാമോദർ പ്രോഗ്രാം വലുതായിട്ട് ചെയ്യുന്നില്ലെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. കാര്യം ഉള്ള ആൾക്കാരെ വെച്ച് നമുക്ക് ഇത്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. കാര്യം മറ്റു കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാതെ വയ്യ. പ്രോജക്റ്റ് നമുക്ക് ചെയ്യാതെ വയ്യ, ഫണ്ട് റേസിങ് ചെയ്യാതെ വയ്യ. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്ത് പ്രാധാന്യമുള്ളത് കൂടുതൽ ചെയ്യുക. പ്രാധാന്യം കുറഞ്ഞത് എന്നൊക്കെ പറയാൻ ഒന്നും തന്നെ ഇല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ബെറ്റർ നമുക്ക് ഡിവോട്ടീസ് എല്ലാവരും ഒന്ന്
നമ്മുടെ 64 പേരുണ്ടെങ്കിൽ ഈ 64 പേരിൽ ഒരു 50 പേര് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള നല്ലൊരു ഉറപ്പുണ്ട്, തോന്നുന്നില്ലേ? 50 പേരോ 40 പേര് പോലും മതി, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഈ പറയുന്ന 17-18 പേര് വെച്ച് സാധിക്കില്ല. സോ അത് നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ്, നമ്മുടെ വീക്ക് ഏരിയ ഇതാണ്. ഔട്ട്റീച്ച് നമ്മൾ കുഴപ്പമില്ല, പക്ഷെ ഭക്തി വൃക്ഷ പ്രീച്ചിങ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡിവോട്ടീസ് ആൻഡ് എംപവർ എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ്, ഉള്ള ഭക്തന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അഭ്യർത്ഥന. ക്രമേണ എന്നെ ഫ്രീ ആക്കുക. 2, ഭക്തന്മാരുടെ എണ്ണം നമ്മൾ ഉള്ള സേവാദാരീസ് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്തിട്ട് ഇപ്പൊ എടുക്കുന്നവരുടെ തലയിൽ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പയ്യെ അതെന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും, പ്രഭുജി മാതാജി നിങ്ങൾക്ക് ഇതാണ് സർവീസ്. അതാ നല്ലത്. അങ്ങനെ ചെയ്യേണ്ടി വരും. സാമധാന ഭേദദണ്ഡം എന്ന് പറയുന്ന പോലെ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനേക്കാളും സ്വയമേവ എടുക്കുന്നതാണ് നല്ലത്. സോ അല്ലെങ്കിൽ അതും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സർവീസ് വെട്ടിച്ചുരുക്കേണ്ടി വരും. ഏതാണോ ഇപ്പോഴത്തെ കാലിക പ്രാധാന്യമുള്ളത് അത് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടി വരും. മറ്റുള്ളത് നമുക്ക് നിർഭാഗ്യവശാൽ കുറയ്ക്കേണ്ടി വരും, ഒട്ടും സന്തോഷം കൊണ്ടല്ല. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരണം. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസ് പ്രീച്ചിങ്ങിലായിരിക്കണം. സോ ദാറ്റ് നമുക്ക് കുറേ കാലം ഒരു ശിക്ഷാ പ്രോഗ്രാം നടന്നിട്ട് കുറേ കാലമായി ആൾക്കാർ 4 മല 8 മലയൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ ആളെ കൂട്ടിയിട്ട് അത് ചെയ്യാം. റൈറ്റ്? താങ്ക് യു. ഹരേ കൃഷ്ണ. എൻ്റെ അവതരണം കഴിഞ്ഞു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ. ആൻഡ് മേ ബി അടുത്ത ചൊവ്വാഴ്ച ഇതന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജന്മാഷ്ടമിക്ക് സമയമില്ല. ഐ തിങ്ക് അത് ഞായറാഴ്ച ആവാം അല്ലേ? അതെ. ഞാൻ പറഞ്ഞത് ഒരുവിധം വ്യക്തമായോ? യെസ്. യെസ് പ്രഭു. അടുത്ത ഞായറാഴ്ച നമുക്ക് സമയം കിട്ടില്ലല്ലോ നമ്മുടെ രഥയാത്രയില്. ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ചു നേരം നിൽക്കാം, വേറൊന്നുമില്ല. പിന്നെ അടുത്ത ആഴ്ച ഭക്തി വിജ്ഞാൻ മഹാരാജ് വരുന്നുണ്ട് കേട്ടോ. ആ, ഒരു കാര്യം ചോദിച്ച എനിക്ക് അതിന്റെ വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ പറയണത്. നമ്മുടെ മന്ത്ലി ഫണ്ട് റേസിങ് എങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞാൽ മതി. അത് എത്രയാന്ന് ഞാനെല്ലാം ചോദിക്കാനില്ല. പ്രഭു എത്രയും പറയുന്നതിൽ വലിയ വിരോധമൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്ലി ഫണ്ട് റൈസിങ് ഒരുപാട് അത് മുന്നേറാനുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു സർവീസും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. പ്രഭു അത് ഫോളോ അപ്പ് ചെയ്യാത്തോണ്ടല്ല അങ്ങനെ വന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഇതായിട്ട് പറയല്ല, ഞാനൊരു ഉദാഹരണമായിട്ട് ഇതിനെടുത്ത് ഇപ്പൊ പ്രഭു മുന്നോട്ട് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ ഭക്തി സേവ നമുക്ക് കിട്ടുന്നത് വാസ്തവത്തിൽ 25,000-ലും താഴെയാണ്, വളരെ താഴെയാണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മാസം കിട്ടിയതും വളരെ കുറവാണോ? അതെ, നമ്മുടെ സെന്ററിന്റെ വാടക പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ഒരു ഇത്. പക്ഷെ അതാണ് പറയുന്നത്. അപ്പൊ ഇത് നടന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അത് സർവീസാണ്. പക്ഷെ അത് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കുക, അതിനുവേണ്ടി ഉത്സാഹിച്ച് നമ്മളൊരു മാസം ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര പേരുണ്ട് നമ്മുടെ ഇസ്കോൺ കൊച്ചി ഗ്രൂപ്പില്? 300-300ഓളം ആൾക്കാരുണ്ട് അവിടെ ഗ്രൂപ്പില്. അതിലൊരു 100 പേരെങ്കിലും നമുക്കൊരു 1000 രൂപ മാസം തന്നു കഴിഞ്ഞാൽ, ചിലർ കൂടുതലും കുറവും ഒക്കെ ഉണ്ട്, നമുക്ക് 1 ലക്ഷം രൂപ സുഖമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഭക്തി സേവയിൽ നിന്ന്. അത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഉത്സാഹിച്ച് അതിനൊരു ഉത്തരവാദിത്വം എടുത്ത് അതിനുവേണ്ടി ഇറങ്ങണം. അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഹിന്ദി ഡിവോട്ടീസിനെ എങ്ങനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യണേ? അല്ല, അവരോട് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരോട് എനിക്കറിയില്ല പ്രഭു. ഞാനിപ്പോ എനിക്കതിന് ഉത്തരവില്ല. കുഴപ്പമില്ല. എന്നാലും നമ്മൾ അവരെയൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി വ്യത്യാസം ഉണ്ടാവും. ഒരാള് ഉത്തരവാദിത്വത്തോട് ഒരാളെ വയ്ക്കുക തന്നെ വേണം. അതാണ് അല്ലാണ്ട് പ്രസിദ്ധാനന്ദ പ്രഭുവിനെ പോലെ ഇത്തിരി കാര്യം പറഞ്ഞ് അടഞ്ഞു പോകും, പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊന്നും ആയാൽ പറ്റില്ല. പ്രഭു. ഞാനൊരു
ഞാനിപ്പോ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കാര്യം ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു സേവ ഒരുപാട് സേവ എടുക്കണമെന്നില്ല. ഞാൻ അതും പറഞ്ഞു. ഇത്രയും ഇപ്പൊ നമ്മൾ ചാർട്ടിൽ കണ്ട ഒരുപാട് സേവകളുണ്ട്. ഇതില് കുറെ സേവകൾ എനിക്ക് വരുന്നില്ല. കാര്യം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഡിവോട്ടീസ് ആ സേവ എടുത്ത് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ദീനനാഥ് പ്രഭു ബുക്സിന്റെ കാര്യം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല. കാര്യം അത്രയും നന്നായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തം എടുക്കുന്നുണ്ട്. ശരണ്യ പ്രഭുവിടെ എക്സാമ്പിൾ, നമുക്കൊരു സെന്ററിൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രഭു എനിക്ക് വോയിസ് മെസ്സേജ് അയക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, കഴിയുന്നത് ഞാൻ മറുപടി പറയും. അപ്പൊ ഞാൻ പോസിറ്റീവ് എക്സാമ്പിൾസ് പറയുകയാണ്. അ- നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ പരിമിതികളുണ്ട്. ചിലർക്ക് ജോലി വളരെ തിരക്കായിരിക്കും, അത് അംഗീകരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അത് അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ മൊത്തം ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് ഇത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സമയത്തിനും എൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും എൻ്റെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിനും ഈ സേവ എന്നെക്കൊണ്ട്, ഈ സേവയല്ല, ഈ ഉത്തരവാദിത്വം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ചെറിയ, എന്താ പറയാ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ചെറിയൊരു തുള്ളി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതിലും വളരെ ഭംഗിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രഭുവിന്റെ ചോദ്യത്തിന് ഉത്തരം, ഫണ്ട് റേസിംഗ് അല്ല, എന്താ പറയുക, ഭക്തി സേവ വളരെ പ്രധാനമാണ്. നമ്മുടെ സെന്ററിന്റെ നടത്തിപ്പിന് വരുമാനം അത്യാവശ്യമാണ്. അത് ഉത്സാഹിച്ച് അത് ചെയ്യാൻ, അത് ആദ്യം ഒരു 1-2 മാസം ബുദ്ധിമുട്ടുണ്ടാവും കാര്യങ്ങളൊന്ന് സ്ട്രീം ലൈൻ ആവാൻ. അത് കഴിഞ്ഞ് അത് ഒട്ടും ബുദ്ധിമുട്ടായിരിക്കില്ല. ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. യെസ് പ്രഭു. ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു കൾച്ചർ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഓക്കെ, ഈ മാസമായി നമുക്ക് കൃഷ്ണാബോധത്തിൽ നിന്ന് എന്തോ കിട്ടുന്നുണ്ട്, നമ്മൾ ഡിവോട്ടീസ് നമുക്ക് എന്തോ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ കൊടുക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റ്സ് എടുത്തിട്ട് അതിനെ ഒരെണ്ണം എടുത്ത് നന്നായിട്ട് ചെയ്യാം, മതി. നമ്മൾ 100 എണ്ണം ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ ആ ചെറിയ ചെറിയ സഹായം വലിയ, അതെല്ലാം കൂടി ചേരുമ്പോൾ പലതുള്ളി പെരുവെള്ളം ആവും. നമുക്ക് ഈ പറയുന്ന എല്ലാം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന ഗോപാൽ ഗോര ഇവിടെ തന്നെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫണ്ട്സ് വന്നില്ല എന്ന് പറയും, പിന്നെ അതിനൊരു വഴക്കും അതിനൊരു ഇതാവും, പിന്നെ സ്ഥലം, ഇങ്ങനെ നമ്മൾ എത്ര കാലം നമ്മൾ നിൽക്കും, അല്ലേ? സോ അതാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാല് ഊണിലോ ഉറക്കത്തിലോ ഒക്കെ പിസ്കോൺ കൊച്ചി മാത്രമേ ആലോചിക്കുന്നുള്ളൂ. വീട്ടിൽ നല്ല വഴക്കാണ്, ഉള്ള കാര്യം പറയുകയാണ്. റൈറ്റ്? അപ്പോ എനിക്കും വീടുണ്ട്, എനിക്കും വീട്ടുകാര്യങ്ങൾ നോക്കണ്ടേ. വയസ്സായ ഒരു അച്ഛനും അമ്മയും എനിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട്. എല്ലാവരുടെയും ലൈഫ് എനിക്ക് അറിയാം, നമുക്ക് പരസ്പരം അറിയാലോ. നമുക്ക് ഓരോരുത്തരുടെയും സ്ഥിതി എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മൾ ആ അറിഞ്ഞ് ആ സ്നേഹത്തോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരെയും നമ്മൾ അവരുടെ ഒരു വീക്ക് പോയിന്റിൽ വേദനിപ്പിക്കാറില്ല. ശരിയല്ലേ? അതിന് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരുടെയും ഒരു വീക്കായിട്ടുള്ള പോയിന്റിൽ, ഒരു ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു ഡിവോട്ടിയോട് നിങ്ങൾ ഇത്രയും ഡൊണേഷൻ തരണം എന്ന് പറയാൻ പാടില്ല. ആരോഗ്യസ്ഥിതി ഇല്ലാത്തൊരു ഭക്തനോട് നിങ്ങൾ ഫിസിക്കൽ സർവീസ് ചെയ്യണമെന്ന് പറയാൻ പാടില്ല. നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണം. പക്ഷെ നമ്മളെ കൊണ്ടാവുന്നത് പല സർവീസും വീട്ടിൽ ഇരുന്ന് ചെയ്യാം. അതാ ഞാൻ പറയുന്നത്. ഈ ഓൺലൈനിൽ ഇരുന്ന് എന്തോരം സർവീസ് ചെയ്യാം. ഇപ്പൊ ജന്മാഷ്ടമിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. വലിയൊരു ടോപ്പിക്കാണ്. അടുത്ത ആഴ്ചയും മേ ബി ഇത് ചെയ്യണം. പക്ഷെ ഇത് ചെയ്തോ ചെയ്തില്ലയോ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഞാൻ പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പൊ ഇറങ്ങുകയാണെന്ന് പറയുകയാണ്. കാര്യം ഇറങ്ങിയാലേ പറ്റുള്ളൂ, വേറെ കാര്യങ്ങൾ നടക്കില്ല അല്ലെങ്കിൽ. സോ അതേസമയം നല്ല രീതിയിൽ തന്നെ നമ്മളെ കൊണ്ടാവുന്ന പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ കൂട്ടിയിട്ട്, ശരി എല്ലാവരും കുറച്ച് കുറച്ച് സാധിക്കുന്നത് ബുദ്ധിമുട്ടില്ലാതെ, അതേസമയം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഭക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അങ്ങനെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നുള്ളതിനേക്കാളും നന്നായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്ന ഭക്തന്മാരുടെ തലയ്ക്ക് മുകളിൽ തന്നെ വീണ്ടും 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 വരാതെ ഇരിക്കും. യെസ്, ഹരേ കൃഷ്ണ. എൻ്റെ എന്താണ്, കേസ് സമർപ്പിച്ചു കഴിഞ്ഞു. പ്രസാദ് പ്രഭു ഹാൻഡ് റൈസ്. യെസ്. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം പ്രഭു. പ്രഭു, റെസ്പോൺസിബിലിറ്റീസ് ആർക്കാ താല്പര്യമുള്ളവരിനെ നമുക്ക് ആദ്യം ചോദിക്കാം. പിന്നെ നമുക്ക് എല്ലാരും ഇങ്ങോട്ട് മുൻവരുമോന്ന് അറിയില്ല. ബട്ട് ഓരോരുത്തർക്ക് കൊടുക്കേണ്ടി വരും പ്രഭു. ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സൽ ഫയൽ ആക്കിയിട്ട് നമ്മള് അത് കൊടുക്കാതെ പറ്റും തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഫണ്ട് കളക്ഷൻ വി ഹാവ് ടു കീപ്പ് ഒരു രജിസ്റ്റർ പോലെ വെച്ചിട്ട്, മന്ത്ലി രജിസ്റ്റർ അവിടെ തന്നെ വെക്കാം, സെന്ററിൽ തന്നെ വെക്കാം. ആ മന്ത് പേരെഴുതി അതിൽ സൈൻ ചെയ്ത് വെക്കുന്ന പോലെ വെക്കേണ്ടി വരും.
സോ ദാറ്റ് ഈവൻ ഹിന്ദി ഡിവോട്ടീസും നമ്മൾ പൈസ ആ മന്ത് കളക്ട് ചെയ്തിട്ടുണ്ടോന്നും ആ രജിസ്റ്ററിൽ നോക്കി അങ്ങനെ നമുക്ക് പുഷ് ചെയ്യേണ്ടി വരും പ്രഭു, ഇനിഷ്യൽ കുറച്ച് മാസത്തേക്ക്. അതെ ഹരേ കൃഷ്ണ. താങ്ക് യു. അതിനെ പറ്റി ഒരാളെ ഏൽപ്പിക്കേണ്ടത് പ്രഭു, ഒരാളെ ഏറ്റെടുക്കണത് അങ്ങനെ ചെയ്യാനായിട്ട് തന്നെ വരുമോ? പ്രസിഡന്റ് നന്ദപ്രഭുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദി ഡിവോട്ടീസും ആരെങ്കിലും ഒരാളിനെ ഏൽപ്പിക്കേണ്ടി വരും അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അങ്ങനെ ചെയ്യാം. ഇവിടെയുള്ള ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന ഡിവോട്ടീസ് മിക്കവാറും എനിക്കറിയാം എല്ലാവരും തലയ്ക്ക് മുകളിൽ സേവ എടുക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത പല ആൾക്കാരും ഉണ്ട്. അവരോടാണ് നമ്മുടെ ചെറിയൊരു അഭ്യർത്ഥന, അതായത് ചെറുതൊരെണ്ണം എടുക്കൂ. ഇവിടെ എന്നുവെച്ചാൽ ഇവിടെ ഇല്ലാത്തതിന് മറ്റു തിരക്കുകൾ കാരണം ഇല്ലാത്തവരുണ്ട്, അവരെ അല്ല പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ അനിലപതി പ്രഭു ഇന്നത്തെ മീറ്റിംഗിൽ ഇല്ല, പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പണി ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയില്ല. ഇത്രയും ബാലൻസ് ഷീറ്റ് ബാലൻസ് ആവുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, റൈറ്റ്? അപ്പൊ അവരെ ഒന്നും നമ്മൾ പറയുകയല്ല. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇരിക്കുന്ന ചില ഡിവോട്ടീസ് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും. ചെറിയൊരു സേവ, വീട്ടിൽ ഇരുന്നൊരു സേവ, ബട്ട് ഇത് വലിയൊരു കാര്യമാണ്. ഹരേ കൃഷ്ണ പ്രഭു. നേരത്തെ നരോത്തം പ്രഭുവും ഇപ്പൊ പ്രസാദ് പ്രഭുവും പറഞ്ഞ പോലെ പ്രഭുവിന് ഇപ്പൊ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അപ്പൊ അങ്ങനെ ഒരു പ്രഭുവിന് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കോൺഗ്രിഗേഷനിൽ ഇന്ന ആൾക്കാർക്ക് അതിനുള്ള ഇതുണ്ട്. അപ്പൊ പ്രഭു തന്നെ ഒരു പ്രപ്പോസൽ ഇട്ടിട്ട് അടുത്ത മീറ്റിംഗിൽ കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ അംഗങ്ങളായാൽ പിന്നെ അവർക്ക് സേവാദാരീസിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സജഷൻ ആയിട്ട് പ്രഭുവിനത് ചെയ്യാം. കാരണം പ്രഭുവിനെ ഓൾറെഡി അറിയാമല്ലോ അവര്. അപ്പൊ പ്രഭു തന്നെ ഒരു സജഷൻ അപ്പൊ കുറച്ചും കൂടി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതായിരിക്കും തോന്നുന്നു നരോത്തം പ്രഭുക്ക് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ സേവാദാരീസിന് ഇടണമെന്നില്ല, ആ കീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ അവര് ഏറ്റെടുക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ ജന്മാഷ്ടമി ആണെങ്കിൽ ഏത് ടീം നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തു, പക്ഷെ ഞാൻ എന്റെ മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോ അതുപോലൊരു ടീം വന്നു കഴിഞ്ഞാൽ പ്രഭുവിന് അതിൽ നിന്ന് മാറാം, ആ ടീം എടുത്തിട്ട് അത് നടത്തും. അപ്പൊ അങ്ങനെ നമ്മളൊരു ടീം ഫോം ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അത് ഇപ്പൊ ഗൗരവപ്രിയ മാതാജി ആൻഡ് കോമളാംഗി മാതാജി കിച്ചൺ അല്ലെങ്കിൽ ആ പ്രസാദത്തിന്റെ ആ മുഴുവൻ ഓവറോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ 5 അംഗ ടീം ഉണ്ടാക്കി. ഒരു എക്സാമ്പിൾ ആണ് അത് പറഞ്ഞത്. അപ്പൊ അതുപോലെ വരുമ്പോ പ്രഭുവിന് ആ അത്രയും പ്രഭുവിന്റെ ടൈം അതിൽ നിന്ന് മാറ്റാം. കൃഷ്ണ. ഓക്കെ പ്രഭു, നമുക്ക് വിശദാംശങ്ങളിലേക്ക് മേ ബി അടുത്ത ആഴ്ച പോവാം. പ്രഭു പറഞ്ഞ പോലെ ഞാൻ 2 കാര്യം ചെയ്യാം. ഒന്ന്, ഇപ്പൊ കാണിച്ച സ്ലൈഡ്സ് ഉണ്ടല്ലോ, ഞാനതൊന്ന് സേവാദാരി ഗ്രൂപ്പിൽ ഇടാം. ആൻഡ് അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഈ ഓരോരോ സേവകളുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞ പോലെ ഇതിന്റെ ഭക്തി സേവയുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നില് എനിക്ക് ഈ സേവ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ നേരിട്ട് വിളിക്കാം ആരെങ്കിലും. അല്ലെങ്കിൽ ഈ സേവ ചെയ്യാൻ മറ്റൊരാള് മേ ബി ഇവരായിരിക്കും കുറച്ച് ഇതെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതെന്നെ അറിയിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞ പോലെ ഞാനൊരു പ്രപ്പോസൽ ഉണ്ടാക്കാം. പക്ഷെ ആ പ്രപ്പോസലിന് മുമ്പ് ഒരാഴ്ച സമയത്തിൽ എല്ലാവരുടെ അഭിപ്രായം, അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ളവരുടെ അഭിപ്രായം എനിക്ക് കിട്ടാനും ആ ഒരാഴ്ച പ്രയോജനപ്പെടും. ഓക്കെ ആണോ? ഹരേ കൃഷ്ണ. അപ്പൊ ഇടാൻ പോകുന്ന ഇപ്പൊ ഞാനൊരു ഇതായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് ഇടാൻ പോകുന്നത് ദയവായിട്ട് എല്ലാവരും തുറന്നു നോക്കുക, എന്നിട്ട് അതിനെ കുറിച്ച് ആലോചിക്കുക. ഹരേ കൃഷ്ണ. ഓക്കെ, അവസാനമായിട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? കാര്യം നമ്മൾ സമയം കൃത്യത പാലിക്കാൻ ഇപ്പൊ കറക്റ്റ് 1 മണിക്കൂറായി, 9:35 നമ്മുടെ വന്ദേ ഭാരത് സ്റ്റൈല് കറക്റ്റ് ആക്യുറസി. അവസാന ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അഭിപ്രായം ഉണ്ടെങ്കിലോ പറയാം. വയറ് മൂടി തുടങ്ങിട്ടോ? എന്താണ് വയറ് മൂടി തുടങ്ങി എന്ന് പറയേ? എന്ന് വെച്ചാ വിശന്നു തുടങ്ങി. ഫയർ ഇൻ ദ ഗട്ട്. ഊണ് കഴിച്ചില്ലേ? രാത്രി കഴിച്ചില്ലേ? ലാംഗ്വേജിലാണ് ഫയറാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്. എന്താണത്? അഹം വൈശ്വാനരോ പ്രാണിനാം ദേഹമാശ്രിത. നരത്തം പ്രഭു കഴിച്ചില്ലേ രാത്രി? ഇല്ല, കഴിക്കണെങ്കിൽ പ്രഭു 4 മണിയുടെ നമ്മള് 4:30 കഴിഞ്ഞു നിർത്തിയപ്പോ. അത് കഴിഞ്ഞ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു 7 കഴിഞ്ഞു. ശരി. അപ്പൊ എന്നാല് രാത്രി യാത്രയില്ല, പ്രഭുവിന്റെ അത്താഴം അങ്ങോട്ട് നടക്കട്ടെ. ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഞാനിപ്പോ ഇടാൻ പോവാണ് ഗ്രൂപ്പില്.
വായിക്കുക, താങ്ക് യു. താഴ്ച കണ്ടിന്യൂ ചെയ്യുക. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരോപശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव भक्त वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंद। ഹരി ഹരി Thank താങ്ക് you. യു कृष्ण। ഹരി കൃഷ്ണ.